പൂർവ്വം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എന്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. വെള്ളാപ്പള്ളി നടേശനെയും PC ജോർജിനും വെച്ച് വർഗീയത പറഞ്ഞ് മത്സരിക്കുകയാണ് ഉള്ളിസുരം. മലപ്പുറത്ത് നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല എന്നാണ് ഉള്ളിസുര പറയണത്. നീ എന്ത് പറഞ്ഞാലും ഈ നാട്ടിൽ വില പോവില്ല. കാസർഗോഡ് ഒരു മുസ്ലിം സഹോദരൻ നോമ്പ് കാലത്ത് കബറളക്കണ സമയത്ത് ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞേ, നിനക്ക് നോമ്പാണ്, അതുകൊണ്ട് നീ കബറളക്കണ്ട, ഞാൻ കബറളക്കാം എന്ന് പറഞ്ഞ ഒരു നാടാണിത്. അവിടെയാണ് നീ ഉള്ളിസുരേ നീ വിഷം തുപ്പടുത്ത്. നടക്കൂല. നീ എന്താണോ വിചാരിച്ചത് ഇവിടെ നടക്കൂല, വേറെ എവിടെയെങ്കിലും നടക്കും. പിന്നെ നീ ഭക്ഷണം വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മലപ്പുറത്ത് എവിടെയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് നീ ഗോമൂത്രമാണോ അല്ലെങ്കിൽ ഹാൻഡ്സ് ആണോ അല്ലെങ്കിൽ തമ്പാക്കാണോ നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവിടെ കിട്ടൂല. അതിന്റെ ദേഷ്യം നീ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ തീർക്ക്. ഇങ്ങനെ പച്ചക്ക് വർഗീയത പറയുന്ന ഒരു മനുഷ്യന്മാരുണ്ടെങ്കിൽ ഉള്ളിസുര ടീംസ്. പിന്നെ നിനക്കൊക്കെ ഈ ചാണകം തലയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്ര അഹങ്കരിക്കാൻ പാടില്ല കേട്ടോ ഉള്ളിസുര. ഇതുപോലെ വർഗീയത വിഷം തുപ്പുന്നവർക്ക് പച്ചവെള്ളം കൊടുക്കാണ്ടിരിക്കാനുള്ളത്. ഒരു കാര്യം പറയട്ടെ, ഇവിടുത്തെ മലപ്പുറത്തെ ഹൈന്ദവ നല്ല സഹോദരങ്ങളുണ്ട്. അവർ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അടിച്ചു ഓടിക്കും ഉള്ളിസുരേ.